ഇത് മത്തി പോലെ കിട്ടൂല, ചവറ് പോലെ കിട്ടൂല, ഡിമാൻഡഡ് ആണ്. സ്കൈലൈൻ ഉണ്ട്, GTR ഉണ്ട്. ബ്രോ ഇത് കുറേ അങ്ങനെ സെല് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസം. അപ്പൊ എങ്ങനെ കളക്ട് ചെയ്യാറുള്ളത്? മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അതിൽ കളക്റ്റീവ് മോഡൽസ് മാത്രമായിട്ട് അത് അങ്ങനെ അതിന്റെ റീസെല്ലേഴ്സ് ഉണ്ട്, അത് മാത്രം കൊടുക്കുന്നത് അവരുടെ മാത്രമായിട്ട് കളക്ട് ചെയ്യും. ഇതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് എങ്ങനെയാണ്? ഇതിന്റെ മോഡൽ വരുന്നത് ഓരോ കേസിൽ ഓരോ മോഡലാണ്. കേസ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത കേസ് ഇറങ്ങുമ്പോൾ പഴയ കേസിന്റെ മോഡൽസിന് മാർക്കറ്റ് പോകും. അപ്പോൾ ഒരു 2023 ഹോട്ട് വീൽസിന്റെ ഐറ്റവും 25 ഒരു ഐറ്റവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ഒരു ക്രേസ് കൂടാനുള്ള റീസൺ എന്താ തോന്നുന്നത്? ഇത് മത്തി പോലെ കിട്ടൂല, ചവറ് പോലെ കിട്ടൂല, അതാണ് ഒന്നാമത്തെ കാര്യം. ഡിമാൻഡഡ് ആണ്, എല്ലാവരും മേടിക്കൂല. ഇതിനെ പറ്റിയൊരു ക്രേസും ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാർ മാത്രമാണ് മേടിക്കുന്നത്. അറൌണ്ട് 150-179 റീറ്റെയിൽ പോകുന്നത്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് അത്രയാണ്. പക്ഷെ റീസെല് ചെയ്യുമ്പോൾ എത്ര വരെ പോകും? ഒരു സൂപ്പറൊക്കെ ആണെങ്കിൽ, ഒരു MK4 ഒക്കെ ആണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് തന്നെ 179 ആണ്. അതിന്റെ റീസെയിൽ വാല്യൂ 1000-1500. ഓ, അത്രയൊക്കെ വരും. ഇതിപ്പോ ഇത് 400 വരുന്നത്. അതെന്താ, നല്ല നോൺ കാർസ് ആയതുകൊണ്ടാണ്? അതൊരു ലെജൻഡറി വണ്ടിയാണ്, അത്ര ഫാൻ ബേസ് ഉള്ള. എങ്ങനെയുണ്ട് സെയിൽസ് ഒക്കെ ഇവിടെ? വീക്കെൻഡ് ആണെങ്കിൽ അടിപൊളിയാണ്. എല്ലാ വീക്കെൻഡും വീക്കെൻഡിൽ വരും. പിന്നെ ഇതുപോലെ കളക്ഷൻസ് കയ്യിൽ വരുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവും. എങ്ങനെയൊക്കെ സെല് ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാം വഴി പോകുന്നുണ്ട്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ്